എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ലെറ്റസ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ഒന്ന് വായിക്കാം. ഫെബ്രുവരി 10 ലോക്സഭ ഓം ബിർളയെ പുറത്താക്കാൻ, ലോക്സഭാ സ്പീക്കറെ പുറത്താക്കാൻ പ്രതിപക്ഷത്തിൻ്റെ നീക്കം. ഏതാണ്ട് 102 പ്രതിപക്ഷ എം പിമാർ ഒപ്പിട്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. സ്പീക്കറുടെ ആരോപണം തള്ളി വനിതാ എം പിമാർ. അങ്ങനെ ലോക്സഭയിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 2020 ലോകകപ്പ് ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന് പാകിസ്ഥാൻ. നല്ല കാര്യം. ഇന്ത്യ പാകിസ്ഥാൻ കളി കാണാനാണ് ക്രിക്കറ്റ് പ്രേമികളും ആരാധകരും എല്ലാം കാത്തിരിക്കുന്നത്. അടുത്തതായിട്ട് സൂരജ് ലാമയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകൽ, വിമർശനവുമായി ഹൈക്കോടതി. ഇത് എന്ത് സിസ്റ്റമാണെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. സിനിമാ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നു. അതായത് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ബിജു മേനോൻ എന്ന നടനെ ക്ഷണിച്ചപ്പോൾ ബിജു മേനോൻ്റെ സിനിമയിൽ പ്രമോഷന് ചെന്നില്ല എന്ന് നിർമ്മാതാക്കളുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പത്രസമ്മേളനം വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം അറിയിച്ചിരിക്കും. ബിജു മേനോൻ അവഗണിച്ചെന്ന് നിർമ്മാതാവ്. എന്തായാലും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലേ, സിനിമയിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുമ്പോൾ അവർ പറയുന്ന സമയത്ത് ചെല്ലുക എന്നുള്ളത് ഒരു ജോലിയുടെ ഉത്തരവാദിത്തം കൂടിയാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കും BMS. അതായത് ഈ മാസം 12 ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുകയാണ്, സംയുക്തമായി പണിമുടക്കുകയാണ്. 12 എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളണം. ദൂരയാത്രയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. നീറ്റ് UG പരീക്ഷകൾക്ക് ഉയർന്ന പ്രായപരിധി ഇല്ല എന്നുള്ളതാണ്. 2009 ഡിസംബർ 30 അതിനു മുമ്പോ ജനിച്ചവരാകണം, ഉയർന്ന പ്രായപരിധി ഇല്ല എന്ന ഒരു പരിധിയിൽ വരിക. ഏത് പ്രായപരിധി ഉള്ളവർക്കും നീറ്റ് UG എഴുതാമെന്ന നിയമ ഭേദഗതി വന്നത് 2022 അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഡിജിറ്റൽ അറസ്റ്റ് തീവെട്ടിക്കൊള്ളയെന്ന് സുപ്രീം കോടതി. ബാങ്കുകളും ജാഗ്രത കാട്ടണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്രം മാർഗരേഖ കൊണ്ടുവരണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയും പോലീസും ചമഞ്ഞ് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ ജനങ്ങളുടെ 54,000 കോടി രൂപയാണ് കവർന്നത്. ബാധ ഒഴിപ്പിക്കലിൻ്റെ പേരിൽ പീഡനം. ഒളിവിൽ പോയ ജ്യോത്സ്യൻ അറസ്റ്റിൽ. പുത്തൂർ, കൊല്ലം. ബാധ ഒഴിപ്പിക്കലിൻ്റെ പേരിൽ 16 വയസ്സുകാരന് ഒളിവിൽ പോയ തേവലപ്പുറം കിഴക്ക് അരീക്കൽ സരസ്വതി മന്ദിരത്തിൽ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന VS രാജൻ ബാബു അറസ്റ്റിലായി. സംസ്ഥാനത്ത് ചൂട് ഉയരുന്നു, കടുത്ത വേനലിന് സമാനം. തുടർഭരണം കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കും, നിലപാടിൽ ഉറച്ച് സച്ചിദാനന്ദൻ. പാൻ കാർഡ് പരിധി വരുന്നു, അടിമുടി മാറ്റമെന്നാണ് വാർത്ത. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വാഹനം വാങ്ങിയാൽ മാത്രം ഇനി പാൻ. വ്യവസ്ഥകൾ ഏപ്രിൽ 1 പ്രാബല്യത്തിലാകുന്ന ആദായ നികുതി നിയമത്തിൻ്റെ ഭാഗമായുള്ള കരട് ചട്ടത്തിൽ. ലെറ്റ്സ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ കാണാം. നമസ്കാരം.